എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് പുഷ്പ 2. സോറി, ചാപ്പിളി പുഷ്പ. ചാപ്പിളി തന്നെ. അതിനൊരു മാറ്റം. ഞങ്ങളിങ്ങനെ കാത്തിരിക്കായിരുന്നു ഇതിൻ്റെ OTT ഒന്ന് റിലീസായിട്ടേ നമ്മുടെ മലയാളികൾ ഇത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ട്രോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ട്രോളുണ്ട്, ട്രോൾ ഹൗസ് എന്ന ഒരു യൂട്യൂബ് ചാനൽ വന്ന ഒരു ട്രോളാണ്. ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അയച്ചിട്ടുണ്ട് മെസ്സേജ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നല്ലതാണെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ചാനൽ അതായത് നമ്മളിത് പോട്ടെ, നമ്മളെ ട്രോൾ ഹൗസ് ചക്കരന്ന് നല്ലതാണെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് ഷോട്ട് ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ. ശരി, ശരി, ആക്ഷൻ, ശരി. അത് പൊളിച്ച് ആദ്യ വരവ് തന്നെ അമ്പരപ്പിച്ചുകൊണ്ടാണല്ലോ. ലോജിക്കും ഗ്രാവിറ്റി. ആറ്റിറ്റ്യൂഡ് നോക്ക്, അഭിനയം. അഭിനയ കുലപതി. സൂപ്പർ. ഒരു തുണി വിരിച്ച് അങ്ങോട്ടൊന്ന് പാരി കഴിഞ്ഞാ വൈകുന്നേരം ഞങ്ങൾക്കുള്ള കാശ് കിട്ടും. എന്നെ ഒന്ന് ചില്ലറ. പിന്നീട് ആക്രമിക്കുന്നത് പന്നി. പുഷ്പക്ക് വെള്ളം പോയി വായിൽ നിന്ന്. എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ. മകരവിളക്ക് കണ്ട് 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എനിക്ക് കിട്ടാനുള്ള പൈസ അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ കേട്ടിട്ടുണ്ടോ? അവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് ഞാൻ വേറെ 50,000 രൂപ വീശും. പിന്നെ എന്റെ 35,000 രൂപ പുഷ്പം പോലെ ഒരു വാങ്ങിത്തരും. എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ കാശില്ലാത്ത വീണ്ടേക്ക് ഭാഗ്യം. കറക്റ്റ് ട്രോളാട്ടോ. കറക്റ്റ് സാർ, എല്ലാം നല്ല ആപ്റ്റായിരുന്നു. എന്തിനും ഔഷധം കൂടെ ഇല്ലേ? മനോഹരം, ഗംഭീരം. ഇത് തയ്ച്ചത് വെടി ഇവിടെ കൊണ്ടുപോകാൻ നോക്ക്. ലോജിക്ക് പ്രശ്നം വരാൻ പാടില്ല. ഇതെന്തായാലും നമ്മൾ കണ്ടതിലില്ല കേട്ടോ. ഇതും കൂടി ഇവരൊക്കെ ചായ മിസൈൽ അയക്കണമെന്നാ തോന്നുന്നത്. നിനക്ക് ഫോട്ടോ വേണമല്ലേ? ഇനി അങ്ങോട്ട് ജോണർ മാറുകയാണ്. 18+. ഫീലിങ്സ്. എങ്ങോട്ട്? കുറച്ച് പണിയുണ്ട്. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കും. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. സത്യം. തോലി ഉരിയായിരുന്നു കണ്ടിട്ട്. ഞാൻ മൂത്രമൊഴിക്കാം. അപ്പൊ മൂത്രമൊഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രമൊഴിക്കാനല്ല പിന്നെ. വിദ്യാഭ്യാസമല്ല, അപ്പൊ കൾച്ചറും ഇല്ല. തുമ്പിക്കൈയാടാ. കണ്ടില്ലേ എങ്ങനെയാ പറഞ്ഞത്? എന്റെ മനസ്സ് ഞാൻ
ഞാൻ അറിയാതെ ഒരാളുടെ ദേഹത്ത് മൂത്രം ഒഴിച്ചു പോയി കേട്ടല്ലോ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്ക് എൻ്റെ അമ്മേ സമയം കളയാതെ ഇയാളെ സുന്ദരനാക്കോ സുന്ദര നല്ല ട്രോളാട്ടോ. അടിപൊളി സാധനം രസമുണ്ട്. ആ വരുന്നു വില്ലൻസ്. ആഹാ മുടുക്കനായി ഹായ് പുഷ്പൻ ക്യാരി ഓൺ. അയ്യോ അമ്മോ, ഇനി ജോണറൊന്നും മാറുകയാണ്. സോംബി. ഓവറാവോ മോനെ കുറച്ച് ഓവറായാലല്ലേ ഒരു ശ്രദ്ധിച്ചു സോംബിയടാ സോംബി. എന്താ സാധനല്ലേ പൊളി. വാടാ ഉരുളന്ന് മറിയുന്ന് കുത്തി മറിയുന്നു. ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി ഇത് കണ്ടോ എന്റെ തലക്കാണ് ഓളെന്നാണ് അവള് വിചാരിച്ചത്. സത്യാണല്ലോ. അയ്യോ ആ ഉഴിയിലൊക്കെ ഉണ്ടോ? എന്തുവാ വാസോണ ഇതൊക്കെ ഭ്രാന്ത് പിന്നെന്ത് ഓ പൊട്ടുമ്പോ സമാധാനം കിട്ടും. ഓ, ആശ്വാസം. സത്യമല്ലോ. വേണ്ട ഞാൻ തന്നെ നോക്കണം ശരിക്കും നമ്മളും വിചാരിച്ചോണ്ടിരുന്ന അങ്ങനെ അതെ. തന്നെയാണ്. സന്തോഷായി. പൊട്ടിച്ചണം കഴിഞ്ഞപ്പോഴേ അങ്ങോട്ട് തീർന്നല്ലോ. ആദ്യമായിട്ടാണ് നായകനും നായികയും അതിന്റെ ഒരു ഫാമിലി മൊത്തം തീർന്നപ്പോ സമാധാനായത്. സത്യമായിട്ടും ഓ, എന്താണെങ്കിലും എഴുതി കാണിച്ചാൽ മതിയായിരുന്നു സമാധിന്ന്. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, എഴുത്തും വായന ഒന്നും അറിയാത്ത ഈ പുഷ്പ എങ്ങനെയാണ് ഇത് ജപ്പാൻ പഠിച്ചത്? ജപ്പാൻ പറയുന്നുണ്ട്, ഹിന്ദി പറയുന്നുണ്ട്, പിന്നെ അത് ചിലപ്പോ ബിസിനസിന്റെ പഠിച്ചതാവാം. അല്ല പഠിച്ചതായി. ഈ ബുക്ക് വെച്ചിട്ട് എങ്ങനെ ഇത് പഠിച്ചു എന്നുള്ളതാണ്. വായന അറിയണല്ലോ. അതെ അതെ. ഹൗ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ലോജിക്കും അത് പിന്നെ പോട്ടെ. അതിനെ കുറിച്ചൊന്നും ചിന്തിക്കും. ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തില്ല. ലോജിക്ക് പിന്നെ ഒട്ടുമില്ല. അത് പോട്ടെ. രണ്ടുമില്ല. അല്പം കൾച്ചർ അത് നമുക്ക് ആഗ്രഹിച്ചൂടെ അല്ലേ? ഒരു സ്റ്റാൻഡേർഡ് അതൊന്ന് പ്രതീക്ഷിച്ചൂടെ? ഈ ഗ്രാവിറ്റിയും ലോജിക്കും നമ്മൾ ഒഴിവാക്കി. അതെ അതെ. ബാക്കി എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതെ. അതും ഇല്ല. സീരിയല് തോൽക്കുന്ന ലെവലാണ് പരിപാടികൾ മൊത്തം. ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതിന്റെ മറ്റേ ഫിലിമിഷക്കിന്റെ റോസ്റ്റിന് വേണ്ടിട്ടാണ്. അന്നൊന്ന് അറമാദിക്കണം, മനസ്സറിഞ്ഞൊന്ന് ചിരിക്കണം. സമയം നല്ലോണം എടുത്തോ, നന്നായിട്ട് ചെയ്താൽ മതി. മാക്സിമം കൊടുക്കാൻ പറ്റുന്ന അത്ര കൊടുക്കണം, എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അതെ. അത്രയ്ക്കും സഹിച്ചിരുന്നതാ, അതും വെളുപ്പാകാലത്തെ പോയിട്ട്. അങ്ങനെ ആലോചിക്കുകയാണ്, ഇതിനു വേണ്ടി സംസാരിക്കുന്നവരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് പറഞ്ഞു അങ്ങനെ നമുക്ക് വല്ല പ്രശ്നം കൊണ്ടാണോ അതോ എന്താണാവോ? നമുക്കുള്ള പ്രശ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ട്രോൾ ഇറങ്ങും. അത് ശരിയാണല്ലോ. നമ്മളെ കുറച്ച് പേരുണ്ട്, അതാശ്വസിക്കാം അല്ലേ? അത് തന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന്. എന്താണെങ്കിലും OTT-യിൽ വന്നിട്ടുണ്ട്. കാണാത്തവര് കാണുക, എന്നിട്ട് ഒന്ന് മനസ്സിലാക്കുക എന്തായിരുന്നു 2000 കോടിന്റെ ഈ സിനിമ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ആരും എന്റെ കാല് വാരി. അയ്യോ ശ്രീവല്ലി നാഷണൽ അവാർഡിനുള്ള അഭിനയം ഉണ്ടല്ലേ, അതൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലേ ഇതില്. പൊന്നോ സാധനങ്ങളൊക്കെ വരാണ്ട്, അതൊക്കെ അടുത്തേലും പ്രതീക്ഷിക്കാം. അതെ.